ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ 4 മരണം. മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി, സംഗീത്, രമ മോഹൻ, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. തഞ്ചാവൂരിൽ നിന്ന് മാവേലിക്കരയിലേക്ക് മടങ്ങി വരികയായിരുന്ന വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആൽവിൻ തോമസിന്റെ വിശദാംശങ്ങളുമായി. ആൽവിൻ, നമുക്കറിയാം രാവിലെ ഈ വിവരം വരുന്ന സമയത്ത് അധികം താഴ്ചയിലേക്കല്ല മറിഞ്ഞത്. അപകടത്തിൽ വലിയധികം പരിക്കുകളൊന്നുമില്ല എന്നുള്ളത് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരം അങ്ങനെയായിരുന്നു. എല്ലാവരും അതൊരു വലിയ പ്രദേശം, ഈ ദേശീയപാതയിലെ വലിയ വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അതിന്റെ ഒരു വലിയ കൊക്കയ്ക്ക് സമീപത്തേക്കാണ് ഈ ബസ് മറിഞ്ഞത്. ഏതാണ്ട് 20 അടി താഴ്ചയിലേക്കാണ് ഈ KSRTC ബസ് മറിഞ്ഞത്. ഇത് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് 5-ാം തീയതി പുലർച്ചെ രാവിലെ തഞ്ചാവൂരിലേക്ക് പോയ വാഹനമായിരുന്നു. തഞ്ചാവൂരിൽ നിന്ന് തിരിച്ച് മടങ്ങിയെത്തുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ 6:15 മണിയോടുകൂടിയാണ് ഈ ബസ് മറിഞ്ഞ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത് 4 മരണം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ മാവേലിക്കര സ്വദേശികളായിട്ടുള്ള ആളുകളാണ് മരിച്ച 4 പേരും. 2 പേർ പുരുഷന്മാരും 2 പേർ സ്ത്രീകളുമാണ്. അതിൽ അരുൺ ഹരി, രമ മോഹൻ, സംഗീത്, അതോടൊപ്പം തന്നെ ബിന്ദു എന്നിവരാണ് മരിച്ചത്. ഇതിൽ 3 പേർ രാവിലെ മരണം നമ്മൾ സ്ഥിരീകരിച്ചിരുന്നു. നമുക്ക് സ്ഥിരീകരിച്ച വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഒരാളെ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യയാണ് മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ബിന്ദുവിന്റെ ഭർത്താവ് നാരായണൻ, അദ്ദേഹവും ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. ഇവർ തീർത്ഥാടനത്തിന് പോയതാണ്. തഞ്ചാവൂരിലും അതോടൊപ്പം തന്നെ മധുരയിലും ക്ഷേത്രങ്ങൾ ദർശിച്ച ശേഷം തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കൊല്ലം മധുര ദേശീയപാതയിലാണ് ഈ അപകടം, ദിണ്ടിഗൽ ദേശീയപാതയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മുറിഞ്ഞുപുഴയ്ക്കും പെരുവന്താനത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് ഈ പുല്ലുപാറയ്ക്ക് സമീപത്താണ് ഈ ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിയുകയും ഇത് താഴ്ചയിലേക്ക് അധികം പോകാതെ 20 അടി താഴ്ചയിൽ ഒരു മരത്തിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം വർദ്ധിക്കാഞ്ഞത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ വലിയ ഒരു കൊക്കയാണ്, 500 അടി താഴ്ചയോളം ഉള്ള ഒരു കൊക്കയാണ്. ആ കൊക്കയിലേക്ക് മറിയാതെ ഈ ബസ് 2 മരത്തിൽ തട്ടി നിന്നു എന്നതുകൊണ്ടാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഉണ്ടാകാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ സംഭവം. ഈ അപകടത്തിൽ ഇപ്പോൾ മരിച്ചത് 4 പേരാണ്. മറ്റുള്ളവരെ മുണ്ടക്കയം ആശുപത്രിയിലും അതോടൊപ്പം സ്വകാര്യ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കോട്ടയത്തെ ചില സ്വകാര്യ ആശുപത്രികളിലേക്കും നീക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 4 മരണമാണ് ഈ അപകടത്തിൽ സംഭവിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റ ആൾ ഇപ്പോൾ പാലായിലെ ആശുപത്രിയിലാണ്. നാരായണൻ എന്ന ആളാണ് ഈ ആശുപത്രിയിൽ കഴിയുന്നത്. ഈ മരിച്ച ബിന്ദുവിന്റെ ഭർത്താവാണ് നാരായണൻ. അതോടൊപ്പം തന്നെ ഈ ബിന്ദു ആണ് മറ്റൊരു സ്ത്രീ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രമ മോഹൻ എന്ന മറ്റൊരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. അരുൺ ഹരി, സംഗീത് എന്നിവരാണ് മറ്റ് മരിച്ചവർ. ഇവരെല്ലാവരും ഏതാണ്ട് മാവേലിക്കര പരിസരത്ത് തന്നെയുള്ള ആളുകളാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പരസ്പരം ഇവർക്ക് അങ്ങനെ വലിയ അറിവുള്ളവരല്ല. ഇവർ പലയിടങ്ങളിൽ നിന്നും ഈ തീർത്ഥാടനത്തിനായി KSRTC ബസ്സിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി വന്നതാണ്. 5-ാം തീയതിയാണ് ഈ ബസ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് തഞ്ചാവൂരിലെത്തുകയും അവിടെ നിന്ന് തിരിച്ച് ഇന്നലെ മടങ്ങി ഇന്ന് രാവിലെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 6:15 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ബസ്സിൽ 34 പേരാണ് ഉണ്ടായിരുന്നത്. 34 പേരിലാണ് ഈ 4 പേരുടെ മരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരാളുടെ നില ഗുരുതരമാണ്. മറ്റുള്ളവരുടെ പരിക്കുകൾ അത്ര ഗുരുതരമല്ല എന്നറിയുന്നു. അവരെയും മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് മുണ്ടക്കയത്തേക്കും അവിടെ നിന്ന് കോട്ടയത്തേക്കുമാണ് ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രാഥമികമായി നമ്മൾ അറിഞ്ഞത് ഇത് വലിയ താഴ്ചയിലേക്കുള്ള ഒരു ആയിരുന്നില്ല ബസ് മറിഞ്ഞത്. പക്ഷേ അത് പിന്നീട് ആ മറിഞ്ഞതിൽ ഈ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പോലീസും മോട്ടോർ വാഹന വകുപ്പിന്റെ ആൾക്കാരും അതോടൊപ്പം തന്നെ ആ പ്രദേശവാസികൾ, അതുവഴി കടന്നു പോകുന്ന അയ്യപ്പ ഭക്തർ ഉള്ള ആളുകൾ, ഇവരെല്ലാവരും ചേർന്നുള്ള പെട്ടെന്ന് നടത്തിയ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ സംഭവം. ആ രക്ഷാപ്രവർത്തനത്തിൽ മുഴുവൻ ആളുകളെയും പുറത്തെടുത്ത് ആശുപത്രികളിലേക്ക് എത്രയും വേഗം എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഈ 4 പേരുടെ മരണം എന്നുള്ളത്. അതിൽ 3 പേര് മുണ്ടക്കയത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ആ മരണം സംഭവിച്ചിരുന്നു. ഒരാളെ ഗുരുതര പരിക്കുകളോടുകൂടി കോട്ടയത്തേക്ക് ആശുപത്രിയിലേക്ക് വിടുമ്പോൾ പാലായിൽ ഉള്ള ആശുപത്രിയിലെ വഴിമധ്യേ മരിക്കുകയായിരുന്നു. ബിന്ദു എന്ന ആളാണ് ഒടുവിൽ മരിച്ചതായി നമുക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത്. 4 മരണമാണ് സംഭവിച്ചിട്ടുള്ളത്. ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാര്യം ഈ ബസ് ഒരു വളവ് തിരിഞ്ഞെത്തുമ്പോൾ ഈ ഡ്രൈവർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇനിയും കൂടുതൽ അന്വേഷണങ്ങളൊക്കെ വേണ്ടി വരും. എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വലിയ വളവിലാണ് ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിയുകയും അത്
അത് ഒരു 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരത്തിൽ തട്ടി നിൽക്കുകയും ചെയ്തത്. അതിന് തൊട്ടു താഴെ വലിയ കൊക്കയാണ്. അങ്ങോട്ടേക്ക് ബസ് പതിച്ചില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ സംഭവമാണ്. ഈ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം, 4 മരണം ഉണ്ടായിട്ടുണ്ട് ഈ പുല്ലുപാറ ബസ് അപകടത്തിൽ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അതിനാ അത് തന്നെയാണ് എന്തായാലും അതീവ ദുഃഖകരമായ വിവരമാണ് ഈ ഘട്ടത്തിൽ ഈ പുല്ലുപാറ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. തഞ്ചാവൂരിലേക്ക് തീർത്ഥയാത്ര പോയ ആളുകളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. അവർ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ കുട്ടിക്കാനത്തിനും ഈ മുണ്ടക്കയത്തിനും ഇടയ്ക്ക് നിരവധി വളവുകൾ, നേരത്തെ ആൽവിൻ സൂചിപ്പിച്ചതുപോലെ നിരവധി അപകട വളവുകളുള്ള ഒരു റോഡാണത്. അവിടെ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായിരിക്കുന്നതും. റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഈ ബസ്. ആൽവിൻ, ഈ ബസ്സിൽ നേരത്തെ ആൽവിൻ സൂചിപ്പിച്ചതുപോലെ 34 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് കരുതുന്നത്. അതിൽ 4 പേരാണ് ഇപ്പോൾ മരിച്ചത്. ഈ ബാക്കി വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിവരങ്ങളൊക്കെ ലഭ്യമാണോ? ഇതിൽ കുട്ടികളടക്കം ഉണ്ടായിരുന്ന ഒരു സംഘമാണോ ഇതിലുണ്ടായിരുന്നത്? ഈ അത്തരത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഇവരെല്ലാവരും ഏതാണ്ട് ഈ മാവേലിക്കര പരിസര പ്രദേശങ്ങളിൽ നിന്ന് പോകുന്നവരാണ്. അവിടെ നിന്ന് പോകുന്ന ഒരു KSRTC ബസ്സാണ് ഇത്. ഇങ്ങനെ സർവീസ് നടത്തുന്നതാണ്. അവിടെ നിന്ന് ഈ തഞ്ചാവൂരിലേക്ക്, മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്കുള്ള ഒരു സർവീസ് നടത്തുന്ന ബസ്സാണ് ഇത്. ഇങ്ങനെ സർവീസ് തുടരുന്ന ഒരു ബസ്സാണ്. കഴിഞ്ഞ 5-ാം തീയതിയാണ് പുലർച്ചെ രാവിലെ 3 മണിക്ക് ഈ ബസ് അവിടെ നിന്ന് പുറപ്പെടുകയും ഈ ബസ് തഞ്ചാവൂരിലേക്ക് പോവുകയും ചെയ്തത്. ഇത് പലയിടങ്ങളിൽ, മാവേലിക്കര പരിസരത്ത് തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ്, കുടുംബമായിട്ടുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രതികരണത്തിൽ നിന്നും അത് വ്യക്തമാണ്. ആ പ്രതികരണത്തിൽ അവർ പറയുന്നുണ്ട് കുടുംബാംഗങ്ങളുണ്ട്, ഉള്ള ആളുകളുണ്ട്, പല കുടുംബങ്ങളാണ് ഉള്ളത്. അതായത് 34 പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൃത്യം കണക്കാണ്. 34 പേരിലാണ് ഈ 4 പേരുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ നമുക്ക് ഈ അഡ്രസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ഇനിയും പോലീസ് നൽകേണ്ടതുണ്ട്. അവരത് കളക്ട് ചെയ്ത് വരികയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളാണ് ഉള്ളത്. ആ ഒരാളെയാണ്, അതായത് മാവേലിക്കര സ്വദേശിയായ നാരായണനാണ് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ നാരായണന്റെ ഭാര്യ ബിന്ദു ആണ് അല്പം മുമ്പ് മരിച്ചത്. അതുകൂടാതെയാണ് മറ്റു 3 പേരുടെ മരണവും സംഭവിച്ചിട്ടുള്ളത്. ഈ നമുക്ക് പ്രാഥമിക ലഭിക്കുന്ന വിവരം, ഈ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രദേശമാകെ വലിയ തോതിൽ അപകട വളവുകളൊക്കെ ഉള്ള പ്രദേശമാണ്, ദേശീയപാതയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പരിചിതമല്ലാത്ത ഡ്രൈവർമാർ യാത്ര ചെയ്ത് ഓടിക്കുകയൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നു. പക്ഷേ ഈ KSRTCയുടെ ഡ്രൈവറാണ്, അവർ പരിചിതമായ ആൾ തന്നെയാണ്. നിരവധി സർവീസുകൾ ഇതുവഴി പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഇതുവഴി വാഹനവുമായി പോകുന്ന ആളാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുണ്ടക്കയം ആശുപത്രിയിൽ ഇപ്പോൾ 17 പേരെയാണ് ചെറിയ പരിക്കുകളോടുകൂടി ചികിത്സയ്ക്കായി എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റുള്ളവരെ ചികിത്സ നൽകി പറഞ്ഞു വിടുന്ന സ്ഥിതിയുണ്ട്. ഏതായാലും 17 പേരാണ് ഇപ്പം മുണ്ടകയത്തെ സ്വകാര്യ ആശുപത്രിയിലുള്ളത്. 4 പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട്. 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പോയിട്ടുണ്ട്. ഒരാൾ മാർസ് ലീവായി ആശുപത്രി, അതായത് സ്വകാര്യ ആശുപത്രിയായ പാലായിലെ ആശുപത്രിയിലും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇത്തരം പേർക്കാണ് ഗുരുതരമായി പരിക്കുകൾ ഏറ്റിട്ടുള്ളതും മരണം സംഭവിച്ചിട്ടുള്ളതും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഇവരുടെ വിശദാംശങ്ങൾ നമുക്ക് കൃത്യമായി ലഭ്യമാകും. 4 മരണമാണ് ഈ പുല്ലുപാറയിലെ ബസ് അപകടത്തിൽ, KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ സംഭവിച്ചത്. മറ്റുള്ള പരിക്കുള്ളവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി ആളുകൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയും മുഴുവൻ ആളുകളെ ബസ്സിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്തതോട് ആണ് ഇപ്പോൾ ഈ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ബസ് വലിയ 500 അടിയിലുള്ള താഴ്ചയിലേക്ക് പോകാതെ ആ മരത്തിൽ തടഞ്ഞു നിന്നു എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു അപകടത്തിൽ നിന്ന്, വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ നിന്നുള്ള അപകടത്തിലേക്ക് പോകാതെ സംഭവിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അതിനാ അതിനെ ആൽവിൻ, ഈ രാവിലെ തന്നെ ആൽവിൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ബസ് ഒരു സൈഡ് ചെരിഞ്ഞാണ് വീണ് കിടക്കുന്നത് എന്നുള്ളത്. അതോടൊപ്പം ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ബ്രേക്ക് പൊട്ടി വാഹനം റോഡിന്റെ ബാരിക്കേഡ് അടക്കം തകർത്താണ് താഴേക്ക് പോയത്. നേരത്തെ ആൽവിൻ സൂചിപ്പിച്ചതുപോലെ ഈ മരങ്ങളിൽ തട്ടി നിന്നതുകൊണ്ടാണ് ഇത് കൂടുതൽ താഴ്ചയിലേക്ക് പോകാതിരുന്നത് എന്നൊക്കെ തന്നെയുള്ളത്. എന്നിരുന്നാൽ തന്നെ ഈ ബസ് കിടക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശങ്ക ഇതിൻ്റെ അടിയിലേക്ക് ആളുകൾ പെട്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും കാഷ്വാലിറ്റീസിനുള്ളൊരു സാധ്യതയുണ്ടോ ആൽവിൻ?
ക്രാഷ് ഗാർഡിൽ ഇടിച്ചപ്പോൾ തന്നെ ആ ബസ്സിന്റെ ബ്രേക്ക് നിയന്ത്രണം വിട്ടാണ് ക്രാഷ് ഗാർഡിൽ ഇടിക്കുന്നത്. പക്ഷേ ആ ക്രാഷ് ഗാർഡിൽ ഇടിച്ചത് കൊണ്ട് തന്നെ അതിന് വേഗത കുറഞ്ഞത് കൊണ്ടാണ് അത് വലിയ മലക്കം മറിഞ്ഞ ബസ് പോകാതെ അല്ലെങ്കിൽ ഒരു മറിച്ചിൽ മാത്രം മറിഞ്ഞുകൊണ്ട് ഈ സൈഡിലേക്ക് തെന്നി മാറിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ തെന്നി പോയപ്പോഴാണ് ഈ മരത്തിൽ തട്ടി നിന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബസ്സിനടിയിൽ മറ്റു ആളുകളില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. അവിടെ രക്ഷാപ്രവർത്തന പരിപാടികളെല്ലാം അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും ബസ്സിനകത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ 34 പേരെ ആണ് ബസ്സിലുണ്ടായിരുന്നത്. കൃത്യമായ കണക്ക് കണ്ടക്ടർ നൽകിയിരുന്നു. 34 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഈ 34 പേരെയും അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അതിലാണ് ഈ 4 പേരുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ചില ഗുരുതര പരിക്കുകളും ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു വലിയ താഴ്ചയിലേക്ക് പോകാതെ ബസ് ആ മരത്തിൽ തങ്ങി നിന്നു എന്നത് മാത്രമാണ് വലിയ ഭാഗ്യമായി നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കാക്കാൻ കഴിയുക. അല്ലെങ്കിൽ ദുരന്തം വലിയ വ്യാപ്തിയിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാവിലെ 6:15 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടത്തിന് നടന്ന ഉടൻ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ എത്തുകയും ഒന്നുചേരുകയും അതോടൊപ്പം തന്നെ മറ്റു ആളുകൾ അതുവഴി യാത്ര ചെയ്തു പോരുന്ന അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഫയർഫോഴ്സും പോലീസും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ അവിടെ എത്തി. അവരും എത്രയും വേഗം ഇതിന് ഉണർന്ന് പ്രവർത്തിച്ചു. അവരെ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റുന്ന നടപടി ഉണ്ടായി. ആദ്യം കൊണ്ടുപോയത് മുണ്ടക്കയം താലൂക്ക് ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ മുണ്ടക്കയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ്. ചിലരെ പീരുമേട് ആശുപത്രിയിലേക്കും കൊണ്ടുപോയിരുന്നു. ഈ മുണ്ടക്കയം ആശുപത്രിയാണ് ഏറ്റവും അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും കൂടുതൽ ആളുകളെ കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ചാണ് ഈ കൂടുതൽ പരിക്കേറ്റ ആളുകളെ മറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത്. എന്നാൽ മുണ്ടക്കയത്തെ ഈ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് 3 പേരുടെ മരണം സ്ഥിരീകരിച്ചത്. ആ 3 പേരുടെ മരണം അവിടെ വെച്ചാണ് ഉണ്ടായത്. അതിൽ ഒരാൾ മാത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി മധ്യേ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് മരണമുണ്ടാകുന്നത് ബിന്ദു എന്ന ആളാണ് മരിച്ചത്. ഈ ബിന്ദുവിന്റെ ഭർത്താവ് നാരായണൻ ഗുരുതര പരിക്കുകളോടെ ഇവിടെ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 പേരാണ് അതിനു മുമ്പ് ഈ മുണ്ടക്കയ ആശുപത്രിയിൽ മരിച്ചത്. അരുൺ ഹരി, സംഗീത്, രമാ മോഹൻ, ഇങ്ങനെ 2 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് ഈ അപകടത്തിൽ ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ഇവരുടെ അഡ്രസ് അടക്കമുള്ള വിശദാംശങ്ങൾ പോലീസ് എടുക്കുകയാണ്. ഇപ്പോഴും എടുക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത് പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ യാത്രയ്ക്കായി പോയത്. മാവേലിക്കര സ്വദേശികളും മാവേലിക്കരയുടെ ചുറ്റുവട്ട പരിസരങ്ങളിലുമുള്ള ആളുകളാണ് എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ പേരുകൾ ഉൾപ്പെടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ അഡ്രസ്സ് എന്നുള്ളത് അത് അവർക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. കൂടെയുള്ള ആളുകൾ പറഞ്ഞനുസരിച്ചാണ് ഈ പേരുകളുടെ ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. തീർത്ഥാടന യാത്ര കഴിഞ്ഞ് തഞ്ചാവൂരിൽ നിന്നും മധുരയിൽ നിന്നും ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചു മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എന്നാലും തഞ്ചാവൂരിൽ നിന്ന് മാവേലിക്കരയിലേക്ക് തിരികെ വരികയായിരുന്ന തീർത്ഥാടന സംഘത്തിന്റെ വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്ന് ബ്രേക്ക് പൊട്ടി ബാരിക്കേഡ് അടക്കം തകർത്ത താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു KSRTC ബസ്. ഇതിൽ 34 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പേർ മരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ബാക്കി അപകടത്തിൽ പരുക്കേറ്റ ആളുകളെ മുണ്ടക്കയത്തും അതോടൊപ്പം തന്നെ പാലായിലും ഒക്കെയുള്ള ആശുപത്രികളിലേക്കായി ഈ ഘട്ടത്തിൽ മാറ്റിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ്.